ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് തമ്മനത്തുള്ള വികാസ് ബ്യൂട്ടി സലോണിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല ഡാമേജാണ്. അപ്പം ഞാനൊരു 3-4 പ്രാവശ്യം സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രിസ്സി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നാനോപ്ലാസ്റ്റി ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഞാനിങ്ങനെ പുള്ളിനോടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഇവർ നല്ലൊരു ഹെയർ വാഷാണ് തരുന്നത്. 2-3 പ്രാവശ്യം ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യും. സോ ഷാമ്പൂ വാഷ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഹെയർ ബ്ലോ ഡ്രൈ ചെയ്തിടും. അങ്ങനെ ഒന്ന് വെറുതെ ആദ്യം ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഇവർ ഇത് കൊണ്ട് തന്നെ നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യുന്ന അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലുക്ക് നല്ല രീതിയിൽ തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഹെയർ ഡ്രയർ കൊണ്ട് തന്നെ നല്ലപോലെ ഹെയർ വലിച്ചു പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അപ്പോൾ തന്നെ മുടി നല്ലൊരു സ്ട്രെയിറ്റ് ലുക്ക് കിട്ടുന്നുണ്ട്. അതിന് ശേഷമാണ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് മുടി ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്രീം അപ്ലൈ ചെയ്യും. ക്രീം ആപ്ലിക്കേഷന് ശേഷം ഇവരിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഫോയിൽ എടുത്തിട്ട് ഇങ്ങനെ ഹെയർ മൊത്തത്തിലിങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം പിന്നെയുള്ള ഹെയർ വാഷാണ്. പക്ഷേ അത് കംപ്ലീറ്റ് അവർ ആ പ്രോഡക്റ്റ് കഴുകിക്കളയത്തില്ല, എന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് എടുക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലൊരു ഇച്ചിനെസ് തോന്നും. പക്ഷേ അത് കുഴപ്പമില്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. വാട്ടർ കോണ്ടാക്റ്റ് വരുമ്പം അങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഹെയർ ഡ്രയർ വെച്ച് തന്നെ പിന്നെ ഒരു നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ലുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെയർ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഹെയർ ഡ്രൈ ആകുമ്പോൾ നമുക്ക് ആ ഇച്ചിനെസ് അങ്ങ് മാറി കിട്ടും കേട്ടോ. ആഫ്റ്റർ ദാറ്റ് വീണ്ടും മുടി ഇങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയെടുക്കും. എന്നിട്ട് പിന്നെ മുടി അയണിങ് ചെയ്യുക ചെയ്യുന്നത്. നല്ല രീതിയിൽ വലിച്ചു പിടിച്ചാൽ ഇവരിത് അയൺ ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല വേദന എടുക്കും. നമുക്ക് മുടി ഇങ്ങനെ വലിച്ചു പിടിച്ചിങ്ങനെ അയണിങ് ചെയ്തതിന് ശേഷം അതിന് ശേഷം പിന്നെ ഒന്ന് വാഷ് ചെയ്യും. ഷാമ്പൂ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്യും മുടി. അഗെയിൻ അവരൊന്ന് ബ്ലോ ഡ്രൈ ചെയ്യും. പിന്നെ ഹെയർ ഡ്രയർ കൊണ്ട് തന്നെ ഒന്നും കൂടി നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ലുക്കാക്കും. ശരിക്കും നാനോപ്ലാസ്റ്റി ട്രീറ്റ്മെൻറ്റിന് ഒരു 70% അല്ലെങ്കിൽ ഒരു 80% ഒക്കെ സ്ട്രെയിറ്റ് ലുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു സ്ട്രെയിറ്റ് ലുക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇത്രയും സ്ട്രൈറ്റ് ആകത്തില്ല, നമ്മളിനി വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും മുടി നല്ലൊരു സ്മൂത്തായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ബൈ.